സ്വകാര്യ ആശുപത്രികൾക്ക് സുപ്രധാന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. പണമില്ലാത്തതിന്റെ പേരിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുത്. ചികിത്സാ നിരക്ക് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചികിത്സയുടെ വിവരങ്ങൾ രോഗിക്ക് കൈമാറണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഈ ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ് ആണല്ലോ ഹൈക്കോടതി ആശുപത്രികൾക്ക് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ, ആ ഗൈഡ് ലൈൻസിലെ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ? വിജയകുമാർ, വളരെ കൃത്യവും വിപുലവുമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കൃത്യമായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു ഈ ഏതൊക്കെ രീതിയിൽ, അതായത് ആശുപത്രികളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിൽ പ്രദർശിപ്പിക്കേണ്ട ഡോക്ടർമാരുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ സേവനങ്ങളുടെ നിരക്കുകൾ എന്നിവ പ്രദർശിപ്പിക്കണം എന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഒരു ഹർജിക്കെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റും ഒപ്പം തന്നെ IMAയും അപ്പീൽ പോയത്. ഈ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ ഹർജി തള്ളിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രധാനപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുന്നത്. അതിലേറ്റവും പ്രധാനം, പണമില്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും ഈ ചികിത്സ നിഷേധിക്കരുത് എന്നുള്ളതാണ്. ഒപ്പം രേഖകളില്ലാത്തത് കൊണ്ടും ഒരു കാരണവശാലും ഇവരുടെ ഈ ആളുകളെ പരിശോധിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അവർക്ക് ഒരു തുടർ ചികിത്സ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ടുള്ള ഒരു ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ആശുപത്രി മാറ്റണം. അതിനുള്ള ഉത്തരവാദിത്വം കൂടി ആദ്യം കൊണ്ടുപോകുന്ന ഈ ആശുപത്രി കാണിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഇങ്ങനെ സ്വകാര്യ ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് വേണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഈ പരാതി പരിഹാര ഡെസ്കിൽ ഏതൊക്കെ നിർദ്ദേശങ്ങൾ വന്നു എന്നുള്ളത് 7 ദിവസത്തിനകം പരിശോധിക്കുകയും അതിൽ നടപടിയെടുക്കുകയും വേണം. അങ്ങനെ നടപടിയെടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും രീതിയിലുള്ള കേസുകളുണ്ട്, ഏതെങ്കിലും പരാതികളുണ്ട് എന്നുണ്ടെങ്കിൽ അത് DMOയ്ക്ക് കൈമാറണം എന്നുള്ളതും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടുത്തെ ഈ ആശുപത്രികളിലെ സേവന നിരക്കുകൾ പ്രദർശിപ്പിക്കണം എന്നുള്ളതും എടുത്തു പറയുന്നു. പലപ്പോഴും നമുക്കറിയാം, ഇവിടെയൊക്കെ ഏതൊക്കെ ചികിത്സയ്ക്ക് ഏതൊക്കെ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് എത്രയാണ് നിരക്ക് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് കിട്ടാറില്ല. ആ ആശുപത്രികളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുടെ വിവരങ്ങളല്ലാതെ എത്രയാകും ഇതിനൊക്കെയുള്ളൊരു പണം എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത പലപ്പോഴും ലഭിക്കാറില്ല. ഇതിലാണിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതും ഇംഗ്ലീഷിലും മലയാളത്തിലും കൃത്യമായി തന്നെ പണം എത്ര എന്നുള്ളത് പ്രദർശിപ്പിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഡിസ്ചാർജ് സമ്മറി മാത്രമാണ് ലഭിക്കുക. അത് മാത്രം പോരാ, ഒരാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും നൽകണം എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ECG എടുക്കുകയാണെങ്കിൽ ആ ECGയുടെ റിപ്പോർട്ട്, അത്തരത്തിൽ എക്സ്റേ എടുക്കുകയാണെങ്കിൽ എക്സ്റേ റിപ്പോർട്ട്, ഇങ്ങനെ അതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കണം ഡിസ്ചാർജ് സമ്മറിയായി നൽകേണ്ടത് എന്നുള്ളത് കൂടി പറയുകയാണ്. അതുപോലെ ഈ മറ്റാശുപത്രികളിലേക്ക് പോകണം എങ്കിൽ, കൂടുതൽ ചികിത്സ വേണമെങ്കിൽ അതിന് ഈ ആശുപത്രി രോഗികളെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. പരാതി പരിഹാരത്തിനായി ഒരു ഡെസ്ക് വേണം. അവിടെ 7 ദിവസത്തിനകം ആ പരാതികളിൽ പരിഹാരമുണ്ടാക്കണം. നേരത്തെ വിപിൻ പറഞ്ഞതുപോലെ, ഒരാൾ ആശുപത്രി വിടുമ്പോൾ അയാളുടെ ആശുപത്രിയിലെ ചികിത്സയുടെ മുഴുവൻ വിവരങ്ങളും അയാൾക്ക് കൈമാറണം. രേഖാമൂലം തന്നെ ഈ ലാബ് റിപ്പോർട്ടുകൾ അടക്കം കൈമാറണം. അങ്ങനെ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഉത്തരവ് എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർ MM മേനോൻ ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹം IMAയുടെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കേരള ചാപ്റ്ററിന്റെ അധ്യക്ഷൻ കൂടിയാണ്. ഡോക്ടർ, ഈ ഉത്തരവിനെ പറ്റി അറിഞ്ഞിരിക്കുമല്ലോ. ഇത് ഇപ്പോൾ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം, പരാതി പരിഹാര ഡെസ്ക് വേണം, അതുപോലെ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടക്കരുത്, അങ്ങനെ വളരെ പോപ്പുലറായ, എന്ന് വെച്ചാൽ കേൾക്കുന്നവരെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമായ വിവരങ്ങളാണ് കോടതിയിൽ നിന്ന്, നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് എന്ന രൂപത്തിൽ വരുന്നത്. എന്താണ് IMAയുടെ ഒരു പ്രതികരണം? ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുകയാണ്, ഓർഡർ ചെയ്യാൻ കണ്ടില്ല. പക്ഷെ ക്ലിനിക്കൽ ഈ സംസാരം ഞാൻ മനസ്സിലാക്കുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആക്ച്വലി വേണ്ടതാണ് എല്ലാ സ്ഥാപനം. പിന്നെ മിനിമം സ്റ്റാൻഡേർഡ്സ് അതാത് സ്ഥാപനങ്ങളുടെ നിലവാരം ചെറിയ ക്ലിനിക്കുകൾ, മീഡിയം ഹോസ്പിറ്റൽസ്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള നിലവാരങ്ങൾക്ക് ഇവിടെയൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഈ രൂക്ഷമായിട്ട് അവരെ ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് പല ക്ലിനിക്കുകളും ചെറിയ ആശുപത്രികളൊക്കെ പൂട്ടി, ഏതാനും 2 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ധാരാളം ചെറിയ ആശുപത്രികൾ അടഞ്ഞു പോയിട്ടുണ്ട്. അത് ഇതുകൊണ്ട് മാത്രമാണ്. വേണ്ടതാണ്, രജിസ്ട്രേഷൻ വേണം,
ഈ ഫാക്ടറി തടയുന്നതിന് ഇത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഡോക്ടർ യാത്രയിലായതുകൊണ്ടാവും എനിക്ക് തോന്നുന്നത് ഓഡിയോ കുറച്ച് പ്രശ്നമുണ്ട്. അദ്ദേഹം റേഞ്ചിൽ എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു തുടങ്ങിയത്. IMA ഈ വിഷയത്തിൽ കോടതിയിൽ എതിർകക്ഷി കൂടിയായിരുന്നു. അതുകൊണ്ട് IMAയുടെ എന്താണ് ഈ ഉത്തരവിന് ശേഷമുള്ള IMAയുടെ നിലപാട് എന്നത് നിർണായകവുമാണ്. നമുക്കത് പരിശോധിക്കാം. വിപിൻ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്. ഇപ്പോൾ ഈ ആശുപത്രികളിൽ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം, അതുപോലെ ഹെൽപ്പ് ഡെസ്കുകൾ വേണം, ഡിസ്ചാർജ് സമ്മറി മാത്രമല്ല മുഴുവൻ ടെസ്റ്റുകളുടെയും വിവരങ്ങൾ കൈമാറണം. ഇനി തുടർ ചികിത്സ മറ്റൊരു ആശുപത്രിയിലാണെങ്കിൽ അതിന് ഈ ആശുപത്രി സഹായിക്കണം. അത്തരം നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്രതികരണമൊക്കെ അതിൽ വരാനിരിക്കുന്നു. IMA പോലെയുള്ള ഈ മേഖലയിലെ സംഘടനകളുടെ നിലപാട് അറിയേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും കോടതി ഉത്തരവാണ്, അതിന്മേൽ അത് നടപ്പാക്കുക എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ. മറ്റു വഴികളൊന്നുമില്ല. എന്തായിരിക്കും അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒക്കെ ഒരു സമീപനം സംബന്ധിച്ച സൂചനകളുണ്ടോ? പ്രതികരണങ്ങൾ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ വിപിൻ? വിജയകുമാർ, ഒരു ജനകീയ ഉത്തരവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അത് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിധി. അതിനെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി വരികയും ആ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ എന്താണോ പറയുന്നത് അത് കൃത്യമായി തന്നെ നടപ്പാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു സാധാരണ ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരു വിധി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു പൊതുവായിട്ട് പറയാം. കാരണം അവർക്ക് ചികിത്സ നിഷേധിക്കരുത്, ഈ വിവരങ്ങളെല്ലാം തന്നെ കൈമാറണം, ഈ നിരക്കുകൾ കൃത്യമായിട്ട് അറിയണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ആയിരിക്കാം വലിയൊരു തുകയുടെ ഒരു കണക്കൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കില്ല. കൂടുതലൊരു വ്യക്തത അക്കാര്യത്തിൽ വരികയില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും അതൊക്കെ കൃത്യമായി എഴുതി വയ്ക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവായിട്ടുള്ളൊരു നിർദ്ദേശത്തെ സ്വീകരിക്കാനാണ് ഒരു സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും, അതായത് ഡോക്ടർമാർക്ക് അവർക്ക് സേവനം നിഷേധിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഈ ചെറിയ ആശുപത്രികൾ നഷ്ടത്തിലാണ് എന്നുള്ളത് ഒക്കെ ഇപ്പോൾ ഈ IMAയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ളവരൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ചെറിയ ആശുപത്രികൾക്കൊക്കെ അത് ഒരു പിടി വീഴും, അല്ലെങ്കിൽ അതൊക്കെ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്നുള്ളത് പറയുന്നുണ്ട്. ചികിത്സ അത്തരത്തിൽ നിഷേധിക്കരുത്, അല്ലെങ്കിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാകരുത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ആശങ്കയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റിനും സ്വാഭാവികമായിട്ടും ഈ IMAയും പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യതയുള്ളത്. അത് സർക്കാർ അക്കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് ഇത് വരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഇതിനെന്തായിരിക്കും അവരുടെ ഒരു കാര്യം എന്നുള്ളത് കൂടി ഇനി വരുന്ന മണിക്കൂറിലായിരിക്കും വ്യക്തത കുറച്ചുകൂടി വരികയുള്ളൂ. പക്ഷേ ഇത്തരത്തിലെല്ലാം പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ പണം ഒരു ഘടകമാകരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും അത് പ്രൈവറ്റ് ആശുപത്രി മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ജനകീയമായിട്ടുള്ളൊരു ഉത്തരവാണ്, ജനങ്ങളെ സംബന്ധിച്ചൊരു വളരെ ഗുണകരമാവുന്നൊരു ഉത്തരവാണ് എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ വിജയകുമാർ, സ്വകാര്യ ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: പണമില്ലാത്തതിൻ്റെ പേരിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുത്, ചികിത്സാ നിരക്ക് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണം, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചികിത്സയുടെ വിവരങ്ങൾ രോഗിക്ക് കൈമാറണം. അങ്ങനെ ഇനി തുടർ ചികിത്സ വേണമെങ്കിൽ അത് മറ്റ് ആശുപത്രിയിലാണെങ്കിൽ അവിടേക്ക് പോകുന്നതിനൊക്കെയുള്ള സഹായം ഈ ആശുപത്രി നൽകണം. അതുപോലെ പരാതി പരിഹാര ഡെസ്ക് വേണം. അവിടെ നൽകുന്ന പരാതികളിൽ 7 ദിവസത്തിനകം തീരുമാനം ഈ രോഗികളെ അറിയിക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിൻ്റെ ഒക്കെ കൂടുതൽ പ്രതികരണങ്ങൾ, അതുപോലെ ആരോഗ്യ മേഖലയിലെ വിവിധ സംഘടനകളുടെ ഒക്കെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.